is Hala Learning. It's me, Sri Bhama SB. ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും നമ്മുടെ ഒരു അടിപൊളി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ എൻ്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ സുനിത ഇൻ സ്പേസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൈനെ പറ്റിയാ, സ്പേസിനെ പറ്റിയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ സ്കൈയിൽ തന്നെയാണ് തുടങ്ങുന്നത്. സ്കൈ നോക്കടാ, രാത്രി കാലത്ത് സ്കൈ നിരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്തൊക്കെ കാണാൻ പറ്റും? ഒരുപാട് സ്റ്റാറുകൾ അല്ലേ? ഒരുപാട് സ്റ്റാറുകൾ ഇങ്ങനെ മിന്നി 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 നിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് മൂൺ ഉണ്ടായിരിക്കും അല്ലേ? രാത്രികാലം ഭയങ്കര ഭംഗിയാണ്. ഈവൻ നൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മോർണിംഗ് ആയിക്കോട്ടെ ഭയങ്കര രസമാണ് സ്കൈ വ്യൂ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അടിപൊളിയായിട്ടുള്ള കാര്യമാണ് അല്ലേ? അതെല്ലാവരും ചെയ്യുന്നതുമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള ഒരു റൈം ഉണ്ടല്ലോ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ up above the world so high like a diamond in the sky എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്റ്റാർ ഇങ്ങനെ ട്വിങ്കിൾ ചെയ്താ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തുകൊണ്ടാണ് ട്വിങ്കിൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് ഓൾ luminous objects are there in the sky എന്നാണ് ഫസ്റ്റ് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നോക്കിയിട്ട് പറ, നിങ്ങളുടെ ചുറ്റും ആകാശം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒരുപാട് ലൂമിനസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റില്ലേ? തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കാണാൻ പറ്റില്ലേ? ആരൊക്കെയാണ് അങ്ങനെയുള്ളത്? അടിപൊളിയായിട്ട് കാണുന്നതാ മൂണ് നിങ്ങൾ പറയും, സ്റ്റാർ നിങ്ങൾ പറയും, സാറ്റലൈറ്റുകൾ ചിലപ്പോൾ നിങ്ങൾ പറയും അല്ലേ? അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഇഷ്ടം പോലെ സാധനങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ പ്ലാനറ്റ്സ് നിങ്ങൾ പറയും. അങ്ങനെയൊക്കെ മിസ്സിന് ആൻസർ ചെയ്ത് പറഞ്ഞുതരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ ഓക്കെ നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ നല്ല രസമായിട്ട് നമ്മുടെ സ്കൈയിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ സ്റ്റാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? സൺ ഒരു സ്റ്റാർ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? സണ്ണ് അത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. സണ്ണാണ് ഏറ്റവും നമ്മുടെ എർത്തിനോട് ഏറ്റവും അടിപൊളിയായിട്ട് നിയറായിട്ട് നിൽക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാറിന് എക്സാമ്പിളാണ് നമ്മുടെ സൺ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സണ്ണിനെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ എന്താ ചൂടാന്ന് നിങ്ങൾ പറയും അല്ലേ? അപ്പോൾ ദ സൺ ഇസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. ലൈക്ക് ദ സൺ ദർ ആർ ബില്യൺ ഓഫ് സ്റ്റാർസ് ഇൻ ദ യൂണിവേഴ്സ്. മെനി സ്റ്റാർസ് ഹാവ് പ്ലാനറ്റ്സ് ആൻഡ് ദിയർ സാറ്റലൈറ്റ്സ് അല്ലേ? അപ്പോൾ ഈ സണ്ണിനെ പോലെ തന്നെ ഒരുപാട് സ്റ്റാറുകൾ നമ്മുടെ സ്കൈനകത്തുണ്ട് ഇല്ലേ? നമ്മൾ ഒരുപാട് എണ്ണം കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സണ്ണ് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാർ ഏതാ ചോദിച്ചാൽ നിങ്ങൾ സൺ ആണെന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റാറുകൾ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെ നമുക്ക് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും? ഒരു സെലസ്റ്റിയൽ ബോഡീസിൽ നിന്ന് സ്റ്റാർസിനെ നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാടാ? അതാണ് നമ്മൾ പറയാമെന്ന പോയിന്റ്. സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡീസ് അല്ലേ? സ്റ്റാർസ് നമ്മുടെ ട്വിങ്കിൾ ചെയ്യുന്ന ലിറ്റിൽ സ്റ്റാർസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരെന്ന് പറഞ്ഞത് സെൽഫായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷേ നമ്മുടെ പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് സെൽഫ് ലൂമിനസ് അല്ല, അവർക്ക് സ്വന്തമായിട്ട് തിളങ്ങാനുള്ള കഴിവില്ല. അപ്പോൾ ദ ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ദീസ് ബോഡീസ് ഗെറ്റ് റിഫ്ലെക്റ്റഡ് ആൻഡ് ഇറ്റ് മേക്സ് ദം ഗ്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് അതിങ്ങനെ കാണുന്നത്, തിളങ്ങുന്ന പോലെ തോന്നുന്നത് ചോദിച്ചാൽ ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. അപ്പോൾ ലൈറ്റ് വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അപ്പുറത്തോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒബ്ജക്റ്റുകളൊക്കെ കാണുന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ പ്ലാനറ്റ്സിൽ ഈ പറഞ്ഞ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അതൊരു ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. വി പെർസീവ് ദം ദ luminous because of the reflection of light. While observing the sky, we see the stars twinkle whereas the planets shine without twinkling. അല്ലേ? അപ്പോൾ ട്വിങ്കിൾ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർ മാത്രമേ ഉള്ളൂ. ട്വിങ്കിളിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലി ഫോർ ദ സ്റ്റാർസ്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഒരു ഷാഡോ ആണ്. എന്ന് വെച്ചാൽ വേറൊരു ലൈറ്റിൻ്റെ ഒരു ഷാഡോയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പറ്റിക്കുകയാണ് നമ്മളെ. പക്ഷെ റിയൽ ആയിട്ട് നമ്മുടെ ഹീറോ വരുന്നത് സ്റ്റാർസ് ആണ്. Stars are twinkling in the sky. Why do they twinkle? Why എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ? Some seems near and some seems far. Is there a name for every star? How many can you see? എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ട്വിങ്ക്ലിംഗ് സ്റ്റാർ എന്ന് പറയുന്നതിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി. എന്തുകൊണ്ടാണ് ട്വിങ്കിൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എക്സാമിന് എങ്ങാനും ചോദിച്ചാൽ സെറ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ വരുന്ന വീഡിയോസിലായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ബൈ മക്കളി, സീ യു ഡാ, ബൈ.